ജർമ്മനിയാണോ UK ആണോ നല്ലത്? പക്ഷേ ഞാനൊരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം പറയാം. +2 കഴിഞ്ഞപ്പോൾ ജർമ്മനിയാണോ UK ആണോ എന്നതിനേക്കാൾ വലിയൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എന്താവണം തന്നെ അറിയില്ലായിരുന്നു. +1 +2 സമയത്ത് എനിക്ക് ഡോക്ടർ ആവണം എന്നുണ്ട്. ആസ് യൂഷ്വൽ സ്വാഭാവികം. സത്യം പറഞ്ഞാൽ ലൈഫ് പിന്നെ മൊത്തത്തിലിട്ട് ഇങ്ങനെ കറക്കി. ലൈഫിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് പൊടിക്കൈകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ എന്താണ് ശരിക്കും ഇഷ്ടപ്പെടുന്നതെന്ന് തിരിച്ചറിയാൻ കുറേ ടൈം എടുത്തു. അധികമൊന്നുമില്ല, 2 വർഷം. അത് അത്ര വലിയ ടൈമൊന്നുമല്ലല്ലോ. പക്ഷേ ഈ കമ്പനിയുടെ ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജർമ്മനി കൺസിഡർ ചെയ്തിട്ടില്ല. എൻ്റെ ഓപ്ഷൻസിൽ ജർമ്മനി ഇല്ലായിരുന്നു. ജർമ്മനി പോയിട്ട് മറ്റൊരു രാജ്യമില്ലായിരുന്നു. എൻ്റെ വൺ ആൻഡ് ഓൺലി ഓപ്ഷൻ UK ആയിരുന്നു. അപ്പോൾ ജർമ്മനിയെ പറ്റി കൂടുതൽ റിസർച്ച് ചെയ്തിട്ടില്ല. എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ടല്ല. വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ വ്ളോഗും റീൽസും ഒക്കെ കാണുന്ന ആ വിവരം മാത്രമേ എനിക്കറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ജർമ്മനിനെ പറ്റിയിട്ട് കൂടുതൽ പറയാൻ ഉള്ള യോഗ്യത എനിക്കില്ല. എനിക്ക് പറയാൻ പറ്റുന്നത് UK എക്സ്പീരിയൻസിനെ പറ്റി. ഞാൻ UK ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എൻ്റെ ബ്രദർ ഇവിടെ ഉണ്ടായിരുന്നു. അവനിലൂടെ തന്നെ ഞാൻ UK എക്സ്പോഷർ, കൾച്ചർ കാര്യങ്ങളൊക്കെ ഇതിനെ പറ്റി എനിക്ക് ഏകദേശം ഐഡിയ ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി കംഫർട്ടബിൾ ആയി തോന്നിയ ഓപ്ഷൻ ഇതാണ്. പക്ഷേ ജർമ്മനി ബെറ്റർ ആണോ UK ബെറ്റർ ആണെന്നൊക്കെ ചോദിച്ചാൽ അത് ഡിപ്പെൻഡ് ചെയ്യും. ഓരോ ആൾക്കാരുടെ സിറ്റുവേഷൻ, ബഡ്ജറ്റ്, കോഴ്സ് പ്രിഫറൻസ്, ലാംഗ്വേജ് പ്രിഫറൻസ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. UK സ്യൂട്ടാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ജർമ്മനി ആയിരിക്കും. അപ്പോൾ ഓക്കെ.